Hello guys, welcome back to our channel. It's me, Miss Madminder from Madmindersvlog. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു പുതുവത്സര ദിനാശംസകൾ നേരെയാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മാസങ്ങളായിട്ട് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങളുടെ അടുത്തായാലും നിങ്ങൾ അറിയുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അവരെ കൂടെ കൂട്ടുക. ക്രിസ്മസിന് ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ചാക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ വേറെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ക്യാമറയിലാണ് കേട്ടോ. അത് എന്താ പറയുക, ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. അത് സാധിച്ചതിന് ശ്രീകാന്തേട്ടനോട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചാനൽ എന്താ പറയുക, വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അങ്ങനെ ഒരുപാട് വ്ളോഗ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാനൽ എന്തായാലും വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. വണ്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. മാറ്റ് സ്റ്റോറീസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ലേറ്റ് ആക്കണില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ കളർ തന്നെയാണ്. കസ്റ്റമൈഡ് ഗ്രീനി പെയിൻറ്റ് ജോബ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് വണ്ടിയുടെ ഗ്രില്ലാണ്. ഹണികോം മെഷാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ലൂമിയറിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. നമുക്കിവിടെ സ്കേർട്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ ബോഡി കിറ്റ്സ് മൊത്തം ചെയ്തിട്ടുള്ളത് 360 മോട്ടോറിങ് കാലിക്കറ്റ് ആണ്. അതുപോലെ വണ്ടിയിൽ ലോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സ്പ്ലിറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വണ്ടിക്ക് ഭംഗി കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വണ്ടിയുടെ സൈഡിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ അലോയ്സ് ആണ്. അലോയ്സ് നോക്കുകയാണെങ്കിൽ 60 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി അലോയ്സ് ആണ് ഇതിലിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റാപ്പിഡ് വിത്ത് ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിലെ കാലിബേഴ്സിൽ നമുക്കൊരു ഗ്രീനിഷ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയിൽ ഒന്നും കൂടി അലോയ്സിനെ ഭംഗിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ കാണുന്ന ബീറ്റിൻ്റെ അതേ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ സൈഡ് മിറേഴ്സ്, ഹാൻഡിൽ നമുക്ക് ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ ബാക്കിലെ ഡോർ ഹാൻഡിൽസും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ മെയിനായിട്ട് വരുന്നത് സ്പ്ലിറ്ററാണ്. സ്പ്ലിറ്ററും സ്കേർട്ടും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഫുൾ ചെയ്തിട്ടുള്ള 360 മോട്ടോറിങ് കാലിക്കറ്റ് തന്നെയാണ്. നമുക്ക് ബാക്കിൽ വരികയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈഡ് സ്പോയിലേഴ്സ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് കസ്റ്റമൈഡ് ഡിഫ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ബാക്കിൽ നമുക്ക് നോക്കാനുള്ളത്. വണ്ടിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സസ്പെൻഷൻ തന്നെയാണ്. ഈ ഒരു വണ്ടീനെ മാറ്റി കൂട്ടുന്നതും അത് തന്നെയാണ്. എയർ വണ്ണിൽ നിന്നാണ് കേട്ടോ നമ്മുടെ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ബേസ് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ നമ്മൾ ഹെഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രിഡ്സിൻ്റെ ഹെഡർ വിത്ത് വാൽവട്രോണിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മൾ വോൾഫിൻ്റെ സ്റ്റേജ് 1+ റീമാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് പെർഫോമൻസ് നല്ലപോലെ ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്നുള്ള ഈ ഒരു വണ്ടിയുടെ BHP 79 നിന്നും 89 മാറാൻ സാധിച്ചിട്ടുണ്ട്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 109 നിന്ന് 129 അപ്ഗ്രേഡ് ആക്കാൻ നമ്മുടെ ഈ വോൾഫിൻ്റെ സ്റ്റേജ് 1+ റീമാപ്പിങ്ങിന് സാധിച്ചിട്ടുണ്ട്.
ഇൻറ്റീരിയർ വർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത് 360 മോട്ടോറിങ് കാലിക്കട്ടിൽ നിന്നാണ് കേട്ടോ. കസ്റ്റം സീറ്റ്സ് ആയാലും ഡോർ പാഡ്സ് ആയാലും എല്ലാത്തിനും നല്ലൊരു ഫിനിഷിങ് വർക്കാണ്, എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലായാലും. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു എൻജിൻ ഓയിൽ, പ്രഷർ ഓയിൽ ഗേജ്, വാട്ടർ ടെമ്പറേച്ചർ ഗേജ്, അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് ഗേജ്, അഡീഷണലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗേജ് സെറ്റിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾക്ക് ഇൻറ്റീരിയറിൽ പറയാനുള്ള ഒരു കാര്യം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് യുവർ വാച്ചിങ് മിസ് മാറ്റ്മൈൻഡർ ഫ്രം മാറ്റ്മിൻഡേഴ്സ്വ്ലോഗ്.